പണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊടും വനപ്രദേശത്തോട് ചേർന്ന് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ വനപ്രദേശം കല്യാണി കാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ കാട് എത്ര ഘോരമായിരുന്നുവോ അതുപോലെ തന്നെ അതിൻ്റെ കഥകളും അങ്ങേയറ്റം അജ്ഞാതമായിരുന്നു. ആ കാട്ടിൽ കല്യാണി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ ആത്മാവ് കുടികൊള്ളുന്നു എന്നാണ് അവിടുത്തുകാർ വിശ്വസിച്ച് പോന്നത്. ആ കാട് എത്ര ഘോരമായിരുന്നുവോ അതുപോലെ തന്നെ അതിൻ്റെ കഥകളും അങ്ങേയറ്റം അജ്ഞാതമായിരുന്നു. ആ കാട്ടിൽ കല്യാണി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ ആത്മാവ് കുടികൊള്ളുന്നു എന്നാണ് അവിടുത്തുകാർ വിശ്വസിച്ച് പോന്നത്. കല്യാണി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ കാട്ടിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു സുന്ദരിയായിരുന്ന ആദിവാസി പെൺകുട്ടിയായിരുന്നു. ഒരിക്കൽ വനത്തിലൂടെ വേട്ടക്കിറങ്ങിയ അവിടുത്തെ രാജകുമാരൻ കല്യാണിയെ കാണുകയും അവളുടെ വശ്യമായ സൗന്ദര്യത്തിൽ മതിമറന്ന രാജകുമാരൻ അവളെ എങ്ങനെയും പ്രാപിക്കണം എന്ന് തീരുമാനിച്ചുറച്ചു. തൻ്റെ ആവശ്യം നിറവേറ്റാൻ ആ രാജകുമാരൻ കല്യാണിയെ പിടിച്ച് കാടിനോട് ചേർന്ന തൻ്റെ സ്വകാര്യ കൊട്ടാരത്തിലെത്തിക്കാൻ ഭടന്മാരോട് കൽപ്പിച്ചു. എന്റെ നഗ്നത കണ്ട നിന്റെ കണ്ണുകൾ അന്ധമായി പോട്ടെ. നിനക്ക് പേടിയാവുന്നോ? അങ്ങനെ കല്യാണിയുടെ ആത്മാവ് ആ വനത്തിൽ തിരിച്ചെത്തുകയും വർഷത്തിലൊരിക്കൽ കാടിനുള്ളിൽ ജ്വലിക്കുന്ന തീകുണ്ടത്തിന് നടുവിൽ നൃത്തം ചെയ്യുകയും ആ ദൃശ്യങ്ങൾ ആരെങ്കിലും കണ്ടാൽ കാണുന്നവർ അന്ധരായി തീരുകയും ചെയ്യും എന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു പോന്നു. അവളുടെ അലർച്ചയിൽ അന്ന് ആ കാട് മുഴുവൻ വിറക്കും. അന്നേ ദിവസം ആ ഗ്രാമത്തിലെ ആരും തന്നെ രാത്രി ഭയത്താൽ പുറത്തിറങ്ങാറില്ല. ആ ഗ്രാമത്തിൽ കേളു എന്നൊരു യുവാവുണ്ടായിരുന്നു. ചെറുപ്പം മുതൽക്കേ കല്യാണിയുടെ കഥകൾ കേട്ടാണ് അവൻ വളർന്നത്. വളർന്നു യുവാവായ കേളുവിൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായി. കല്യാണിയുടേത് വെറുമൊരു കെട്ടുകഥ മാത്രമാണ് എന്നവൻ കരുതി. അത് ഗ്രാമവാസികളെ ബോധ്യപ്പെടുത്താൻ അവൻ തീരുമാനിച്ചുറച്ചു. അങ്ങനെ ധൈര്യശാലിയായ കേളു കല്യാണി കാട്ടിൽ നൃത്തം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന രാത്രി ആ വനത്തിനുള്ളിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ആ ഗ്രാമം നിദ്രയിലാണ്ടു. അവൻ പാതിരാത്രി കാടിനെ ലക്ഷ്യം വെച്ച് നടന്നു. കാടിനുള്ളിലൂടെ അധികം സഞ്ചരിച്ചു. നോക്കണ്ട.
ഞാൻ പറഞ്ഞതല്ലേ നോക്കണ്ടായെന്ന്. കല്യാണി വെറുമൊരു കഥയല്ല. അവൾ ആ കാട്ടിൽ തന്നെയുണ്ട്. ഞാൻ അവളെ കണ്ടു. കാഴ്ച നഷ്ടപ്പെട്ട എന്നെ അവൾ ഇവിടെ ഉപേക്ഷിച്ചു. ഗ്രാമം മുഴുവനും കല്യാണിയുടെ ആത്മാവ് ഇപ്പോഴും കാട്ടിനുള്ളിലുണ്ടെന്ന് വീണ്ടും വിശ്വസിച്ചു. അങ്ങനെ അവർ ഗ്രാമത്തിലൊരു നിയമം കൊണ്ടുവന്നു. കാടിനുള്ളിൽ തീ കണ്ടാൽ ആ തീയെ തൊഴുത് തല കുനിച്ചു വണങ്ങണം എന്ന നിയമം. കല്യാണിയുടെ ആത്മാവ് ഇന്നും ആ കാട്ടിൽ തന്നെയുണ്ട്. വർഷത്തിലൊരിക്കൽ അവൾ ആ കാട്ടിൽ അഗ്നി നൃത്തമാടും. തൻ്റെ ഉറ്റവരോടൊത്ത് ജീവിച്ച് കൊതി തീരാത്ത അവൾ പകയുടെ നൃത്തമാടും.